ഒന്നാമത്തെ ദിവസം തന്നെ പരിഹരിക്കാമെന്നൊരു വിഷയമായിരുന്നു. അത് ഇത്രയും ദിവസം വലിച്ചു നീട്ടി. അത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല. ആശാ വർക്കർമാരെ പോലെ തന്നെ PSC റാങ്ക് ഹോൾഡർമാരുടെ സമരങ്ങളുടെ ഗുണഭോക്താക്കളായിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് വി ഡി സതീശൻ ഗവൺമെൻറ്. നമുക്കെല്ലാം അറിയാം. പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം അവരെ കൈവിട്ടു. കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, പെർമനൻറ്റ് സൊല്യൂഷൻ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ അവസാനം PSC റാങ്ക് ഹോൾഡർമാർ കാരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒരു തുടർഭരണം മാത്രമാണ്. അതുകൊണ്ട് എന്താണോ പിണറായി സർക്കാരിൽ നിന്ന് കിട്ടിയത് അത് തന്നെയാണ് അടുത്ത 5 വർഷവും കിട്ടാൻ പോകുന്നത്. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം, അതായത് UDF പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ ഈ LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ വിഷയം പരിഹരിക്കുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞിരുന്നു. ചില കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്തുകൊണ്ട്, അതായത് ഇവരുടെ വിഷയം എന്താണ് എന്നതുൾപ്പെടെയുള്ളവ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്ന് മുതലേ പഠിച്ചതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അന്നും പറഞ്ഞിരുന്നത്, അതായത് വി ഡി സതീശനോട് അന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു സമരത്തിന് നിലവിലിപ്പോൾ നേതൃത്വം നൽകുന്ന വലർമതി തന്നെയായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഇവരുടെ സമരം നടത്തുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ആ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളോട് വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് 45 ദിവസം ഇവരുടെ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ സമയം നൽകണം എന്നുള്ളതാണ്. ഇത്രയും കാലമായിട്ടും പഠിച്ചില്ലേ എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി അന്ന് നോട്ട് ചെയ്തതാണ്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ എവിടെ പോയി, അല്ലെങ്കിൽ ആ എഴുതി വെച്ച നോട്ട് പുസ്തകം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതാവായ ശ്രീ അനൂപ് ആന്റണി. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്, ഒന്നാമത്തെ ദിവസം തന്നെ പരിഹരിക്കാമെന്നൊരു വിഷയമായിരുന്നു. അത് ഇത്രയും ദിവസം വലിച്ചു നീട്ടി. അത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല. വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് അവർ സമരത്തിന് ഇത്രയും ദിവസമായിട്ട് ഇരുന്നത്. ഈ സത്യം പറഞ്ഞാൽ ആശാ വർക്കർമാരെ പോലെ തന്നെ PSC റാങ്ക് ഹോൾഡർമാരുടെ സമരങ്ങളുടെ ഗുണഭോക്താക്കളായിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് വി ഡി സതീശൻ ഗവൺമെൻറ്. നമുക്കെല്ലാം അറിയാം. പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം അവരെ കൈവിട്ടു. അതാണിപ്പോൾ വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. ഇപ്പോൾ തന്നെ PSC ഇപ്പോൾ ഇത് LP-STയുടെ മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇനിയും എത്രയോ PSC റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നു. കഴിഞ്ഞ സമയത്ത്, സർക്കാരിൻ്റെ സമയത്ത് സമരങ്ങൾ നടത്തിയ പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുമായിട്ട് പലരും സമരത്തിനിറങ്ങില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനോ അതിന് പരിഹാരം കാണാനോ വി ഡി സതീശൻ ഗവൺമെൻറ് യാതൊരു രീതിയിലുള്ള നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇത് വരുന്ന ദിവസങ്ങളിൽ PSC റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് കൊണ്ടുവരും. PSC റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ഞങ്ങൾ സംവാദത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ആ സമരങ്ങളായിട്ട് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ, അതുകൊണ്ട് ഒരു ഇൻ്റർവെല്ല് മാത്രമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ അവസാനം PSC റാങ്ക് ഹോൾഡർമാർ കാരണമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇവരുടെ വിഷയങ്ങളടക്കം അന്ന് കേട്ടിരുന്നു. അപ്പോൾ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായി നടപ്പിലാക്കും, എന്തൊക്കെയാണ് ഇവരുടെ വിഷയം എന്നെല്ലാം തന്നെ നോട്ട് ചെയ്ത് എഴുതിയെടുത്തിരുന്നു. എന്നിട്ടാണ് വീണ്ടും പറയുന്നത് ഞങ്ങൾക്കിനി 45 ദിവസം വേണമെന്ന്. ഈ ഗവൺമെൻറ്, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടിയും അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിപ്പോക്രസിയുടെ ഗവൺമെൻറ്റാണ്. ഉടായ്പെന്ന് പറയും നമ്മൾ, ബേസിക്കലി ഇരട്ടത്താപ്പ്. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജാർഖണ്ഡിൽ ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ സർക്കാരാണുള്ളത്. കഴിഞ്ഞ ദിവസം കുട്ടികളെ പട്ടിയെ തല്ലുന്ന പോലെ അവിടെ ഇട്ട് തല്ലി അവിടെ സമരം ചെയ്യുന്നത്. അങ്ങോട്ട് രാഹുൽ ഗാന്ധിയോ ഈ പറയുന്ന ആരെങ്കിലും പോയോ എന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ ഇവിടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഇവരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആശാ വർക്കർമാരുടെയും PSC ഉദ്യോഗാർത്ഥികളുടെയും വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അന്ന് വലിയ കാര്യം കൊണ്ട് എഴുതിക്കൊണ്ട് പോയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് 45 ദിവസത്തിൻ്റെ സമയം ചോദിക്കുന്നത്? അത് മാത്രമല്ല, ഇത് LP-STയുടെ മാത്രമേ വിഷയമായിട്ടുള്ളൂ. മറ്റുള്ള PSC ഉദ്യോഗാർത്ഥികൾ സമരത്തിനിറങ്ങില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വിഷയത്തിൽ വി ഡി സതീശന് മറുപടിയില്ല. LP-ST മാത്രമല്ല, UP-ST കൂടെ സമരം നടത്തുന്നു. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ കാണാൻ പോവുകയാണ്. കാരണം ഈ ഗവൺമെൻറ് യാതൊരു രീതിയിലും ജനങ്ങളോടൊരു പ്രതിബദ്ധതയുള്ളൊരു ഗവൺമെൻറ്റൊന്നും അല്ല. അവർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുടെ ഗുണം അനുഭവിച്ച് ഗുണഭോക്താക്കളായ അധികാരത്തിൽ കയറിയ ഒരു തുടർഭരണം മാത്രമാണ്. അതുകൊണ്ട് എന്താണോ പിണറായി സർക്കാരിൽ നിന്ന് കിട്ടിയത് അത് തന്നെയാണ് അടുത്ത 5 വർഷവും കിട്ടാൻ പോകുന്നത്. അത് പക്ഷേ BJP ഇതിനെ ഈ ഒരു ഉടായ്പ പരിപാടിയെ ആയിട്ട് മുമ്പോട്ട് പോകാൻ വി ഡി സതീശൻ സർക്കാരിനെ സമ്മതിക്കുന്നില്ല. എന്തായാലും വളരെ നന്ദി ശ്രീ അനൂപ് ആന്റണി. വലിയ തിരക്കിലാണ് പത്തനംതിട്ടയിലെ പ്രളയക്കെടുതിയിലുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്. അതിനിടയിലും ഈ
PSC ഉദ്യോഗാർത്ഥികളുടെ സമരവേദിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. തുടർ ഭരണം തന്നെയാണ് നിലവിലിപ്പോൾ VD സതീശൻ്റെ സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ BJP വലിയ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. നിലവിലിപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു സമര വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയതിന് ശേഷവും ഇപ്പോൾ BJP നേതാക്കളെല്ലാം തന്നെ സമരവേദിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.